ആദിലയും നൂറയും ഇനി ഇൻഡിവിജ്വൽ മത്സരാർത്ഥികളാണ്. അതായത് അവരെ ഇനി 2 മത്സരാർത്ഥികളായിട്ടാണ് കണക്കാക്കുന്നതെന്ന് ബിഗ് ബോസ് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. നോമിനേഷൻസിനായിട്ട് എല്ലാവരെയും തന്നെ വിളിച്ച് ലിവിങ് ഏരിയയിൽ ഇരുത്തിയിട്ടുണ്ട്. ആ സമയത്താണ് ബിഗ് ബോസ് ഈ ഒരു കാര്യം അനൗൺസ് ചെയ്തത്. ആദിലയും നൂറയും ഇനി 2 ഇൻഡിവിജ്വൽ കണ്ടസ്റ്റൻ്റുകളായിരിക്കുമെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ആദിലയും നൂറയും വെച്ച് എന്തോ ഒരു കളി ബിഗ് ബോസ് പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ട്. 1-2 ദിവസമായിട്ട് ആദിലയും നൂറയ്ക്കും ഇങ്ങനെ പല സ്ഥലത്തു നിന്നായിട്ട് കുത്തുകൾ കിട്ടുന്നുണ്ട്. ഇന്ന് രാവിലെ കളിച്ച് സ്വേച്ഛാധിപതിയാകാനുള്ള 1ാമത്തെ റൗണ്ട് ടാസ്കിലും 2 പേരായിട്ടാണ് അവരെ കണക്കാക്കിയത്, ആദിലയും നൂറയും. അതിൽ ആദില നൂറയ്ക്കെതിരെ വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് ആദിലയുടെ നിഴലല്ലേ നൂറ എന്ന് പറഞ്ഞ ഒരു ഡയലോഗൊക്കെ അടിച്ച് നൂറയ്ക്കെതിരെ സംസാരിച്ചിരുന്നു. ഇനി അത് കേട്ടിട്ടാണോ ഇനി ഇവരെ തമ്മിൽ 2 ഇൻഡിവിജ്വൽ മത്സരാർത്ഥിയാക്കി ഇവർ തമ്മിൽ ഒരു മത്സരം കൊണ്ടുവന്നാൽ എങ്ങനെ ഉണ്ടാകും എന്നറിയാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ 2 പേരായിട്ട് കണക്കാക്കുന്നത്. എന്തായാലും ബിഗ് ബോസ് സീസൺ 7 ഇനി മുതൽ 2 മത്സരാർത്ഥികളായിട്ടാണ് ആദിലേനെയും നൂറേനെയും കണക്കാക്കുന്നത്. ഇനി ഭാവിയിൽ എങ്ങനെയാകും എന്ന് നമുക്കറിയത്തില്ല. വീണ്ടും ഇവരെ ഒന്നിപ്പിക്കുമെന്നറിയത്തില്ല. ആദിലയും നൂറയും ഇത് പറയുന്ന സമയത്ത് അവർ എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് പോലെയാണ് അവർ പറഞ്ഞത്. ചിലപ്പോൾ അവർ ഈ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നതിൻ്റെ ക്ലോസിൽ വല്ലതും ഉണ്ടായിരിക്കും, ഇങ്ങനെ ചിലപ്പോൾ ഇൻഡിവിജ്വൽ മത്സരാർത്ഥിയാക്കിയേക്കാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള എന്തെങ്കിലും ഒരു എഗ്രിമെൻറ്റിൽ എഴുതിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരോട് സൂചിപ്പിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കും അവർ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞത്. എന്തായാലും ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.